ഇന്ത്യയിലെ കുഗ്രാമങ്ങളിൽ ആശുപത്രികൾ ഉണ്ടാക്കാൻ NRHM കൊണ്ടുവന്നു, റൈറ്റ് ടു എഡ്യൂക്കേഷൻ കൊണ്ടുവന്ന് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ വില്ലേജുകളിൽ സ്കൂളുകൾ ഉണ്ടാക്കി, അധ്യാപകരെ നിയമിച്ചു. പണം let me complete. ഞാൻ തരാം. ഇതെല്ലാം അവതരിപ്പിച്ചു. അല്ല, ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾക്ക് എന്നിട്ട്. അപ്പൊ അത് അവതരിപ്പിച്ചതിന് ശേഷം ആ പണം അതാണ്, അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പോളിസി ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് അങ്ങെന്തിനാ അസ്വസ്ഥനാവുന്നത്? അങ്ങിരിക്കും. ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No. To interrupt. No. ശാന്തായിട്ടിരിക്കാം. പറഞ്ഞല്ലോ. ഒരു ഗവൺമെന്റ് നയം പറയല്ലേ, ആ നയം സഭയെ അറിയിക്കല്ലേ. അത് കേൾക്കൂ. വിയോജിപ്പുണ്ടാകാം, അത് വേറെ പ്രശ്നം. പക്ഷെ ഒരു ഗവൺമെന്റ് നയമല്ല പറയുന്നത്. ആ നയം മുഖ്യമന്ത്രിയല്ല വിശദീകരിക്കേണ്ടത്. ആ നയം വിശദീകരിക്കല്ലേ. ഒരു ശാന്തമായിരിക്കൂ. ഇവിടെ നടന്ന 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നയത്തോട് വിയോജിപ്പ് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ. അതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ നയം എന്താണെന്ന് അറിയണ്ട എന്നുള്ള നിലയിലാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശാന്തമായി കേൾക്കൂ. എന്താ പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ? ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. You have no right. You have no right എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേക്കൂ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകില്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ. ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ വിശദീകരിക്കട്ടെ. സർ, നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്നൊരു സ്ഥിതി വിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് അത് കേൾക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടരും. സർ, ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളം ഉണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാനിരിക്കും. അപ്പൊ അങ്ങ് ഇരുന്ന് വരും.
അങ്ങ് എനിക്ക് വഴങ്ങിത്തരും. ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു, അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. മൈ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമെന്ററി വേർഡ് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. എക്കണോമിക് മോഡൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പ്രവാസികളുടെ ഇൻവോൾവ്മെന്റ് കൂടിയാണ്. സാർ, അവർക്കൊരു പങ്കാളിത്തം വേണ്ടേ? നമ്മുടെ ഇക്കോണമിയുടെ ബാക്ക് ബോൺ നമ്മൾ എപ്പോഴും പറയും അത് റെമിറ്റൻസ് ആണ്. എന്നിട്ട് എന്താ ഗുണം? സ്റ്റേറ്റിന് ഗുണം കിട്ടുന്നുണ്ടോ? ഇല്ല. ഇവിടെ ആക്ടിവിറ്റി ഉണ്ടാകുന്നുണ്ടോ? സർ, അവരയക്കുന്ന ആ റെമിറ്റൻസ് ഇക്കോണമിയെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയാക്കി മാറ്റണം. പ്രവാസികളെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് ഈ ബജറ്റിലെ ഏറ്റവും സുപ്രധാനമായ വാക്കതാണ്. റെമിറ്റൻസ് ഇക്കോണമിയിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്കോണമിയിലേക്ക് പോകും. സർ, വൻകിടക്കാരൊക്കെ വന്ന് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സർ, ഇടത്തരക്കാർ, സാധാരണക്കാർ നമ്മുടെ പദ്ധതികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഗവൺമെന്റ് ഒരു മോഡൽ, ഗവൺമെന്റ് ലാൻഡ് കൊടുക്കും. ലാൻഡാണ് ഗവൺമെന്റിന്റെ ഇക്വിറ്റി. ബാക്കി പണം അങ്ങനെ സമാഹരിക്കണം. സർ, ഒരു 25,000 രൂപ മുതൽ അവർ 5 ലക്ഷം രൂപ വരെ ഷെയർ ആയിട്ട് അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. സാധാരണക്കാർ, ഇടത്തരക്കാർ ചെയ്യട്ടെ. 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ പണി നിർത്തി ഇവിടെ വരുമ്പോൾ അതിന്റെ 10 ഇരട്ടിയായി അതിന്റെ വാല്യൂ കിട്ടും. 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അയാൾ റിട്ടയർ ചെയ്ത് ഇവിടെ വരുമ്പോൾ അയാൾ ഷെയറിന്റെ വാല്യൂ കൂടും. കെ കരുണാകരൻ ഉണ്ടാക്കിയ സിയാൽ മോഡൽ എന്തെല്ലാം വിമർശനങ്ങളാണ് സാർ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഇന്ന് ആ ഷെയറിന്റെ വാല്യൂ എത്രയാണ്? സിയാലിന്റെ വാല്യൂ, ഷെയറിന്റെ വാല്യൂ എത്രയാണ്? അതിൽ നിക്ഷേപിച്ച ആളുകൾക്ക്, അതിൽ കുറെ ഉന്നതരായ ആളുകളാണ്. അവർ മാത്രം പോരാ സാർ, സാധാരണക്കാരായ പ്രവാസികളെ നിക്ഷേപകരാക്കി കേരളത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കി മാറ്റണം. സർ, ഞങ്ങൾക്കതെല്ലാം പ്ലാൻ ഉണ്ട്. ഞങ്ങളതെല്ലാം കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി, ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൌസിംഗ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്, എൽഡർലി അസിസ്റ്റഡ് ലിവിംഗ് ഫെസിലിറ്റീസ്, ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റേഴ്സ്. ഈ കാര്യങ്ങളിലെല്ലാം ഞങ്ങൾ എംപ്ലോയബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ, അവർ നിക്ഷേപിക്കുന്ന പണം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതികളിൽ എത്ര പണം വരും സാർ? പണം വരണ്ടേ? അവർ ഇടത്തെ നമ്മുടെ സാധാരണക്കാരായ പ്രവാസികൾ തിരിച്ചിവിടെ വന്നാൽ ഒന്നുമില്ലാതെ കഷ്ടപ്പെടുന്നവരെ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനത്തിൽ പങ്കാളികളാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന പദ്ധതികളാണ് സാർ ഞങ്ങൾക്കുള്ളത്. സാർ, ഈ ഗവൺമെന്റ് AI ഒക്കെ പറഞ്ഞു, AI ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയത്. അതിനുപയോഗിക്കേണ്ടി വന്നില്ല, വൈറ്റ് പേപ്പർ. പക്ഷെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈ സർക്കാർ ഉപയോഗിക്കും. സാർ, ഞങ്ങളുടേത് ഡാറ്റ ഡ്രിവൻ ഗവേണൻസ് ആയിരിക്കും. കംപ്ലീറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, മന്ത്രിമാരുടെ ഓഫീസിൽ മുഴുവൻ ഓരോ കാര്യത്തിലും നടക്കുന്നത് എന്താണ് എന്ന് അവിടെ അറിയാൻ പറ്റും സാർ. ഒരു വില്ലേജ് ഓഫീസിലെ കളക്ഷൻ അറിയാൻ പറ്റും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ GSTയുടെ കളക്ഷൻ അറിയാൻ പറ്റും. ഒരു ഇൻവെസ്റ്റർ വന്നാൽ ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് കൗൺസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ചെയർമാനും വ്യവസായ മന്ത്രി ഡെപ്യൂട്ടി ചെയർമാനും. സാർ, ഒരു നിക്ഷേപകൻ വന്നാൽ ഞങ്ങൾ അയാളോടൊരു ഗോ ഹെഡ് പറഞ്ഞാൽ 1 മാസത്തിനകം എല്ലാ ക്ലിയറൻസും നൽകുമെന്ന് പറഞ്ഞാൽ അയാളെ യാത്രയാക്കിയിട്ട് 6 മാസം കഴിയുമ്പോൾ അയാൾ അന്വേഷിക്കുന്ന പരിപാടിയല്ല. ഞങ്ങൾ ഓരോ ദിവസവും വാച്ച് ചെയ്യും. അയാൾക്ക് GST ക്ലിയറൻസ് കിട്ടിയോ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസ് കിട്ടിയോ, LSCD ക്ലിയറൻസ് കിട്ടിയോ, എന്താണ് തടസ്സം എന്ന് ഞങ്ങൾ വാച്ച് ചെയ്യും സാർ. ഞങ്ങളുടെ ഓഫീസിലിരുന്ന് ഒരു നിക്ഷേപകനും സങ്കടമായി, നിരാശരായി ഈ കേരളത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടി വരില്ല. ഓരോ വകുപ്പുകളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കൂടെ സഹായത്തോടു കൂടി ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത ഒരു ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് കേരളത്തിൽ ഉണ്ടാവും. സാർ, ഞാൻ നേരത്തെ പറഞ്ഞു ലീക്കേജ് ഫ്രം ദി എക്സ്ചക്കർ, 100 കോടി രൂപയുടെ ഒരു പദ്ധതി, 2 കൊല്ലം കാലാവധി. സാർ, 10 കൊല്ലം കഴിഞ്ഞാൽ തീരൂല. 100 കോടി ഈ 2 കൊല്ലത്തെ കാലാവധിക്ക് ലാൻഡ് എടുത്ത് കൊടുക്കൂല. അപ്പൊ എന്താ? കോൺട്രാക്ടർ രക്ഷപ്പെട്ടു. ആർബിട്രേഷൻ പോകുമ്പോൾ കോൺട്രാക്ട് പറയും 2 കൊല്ലമായിരുന്നു കാലാവധി. എല്ലാ ഗവൺമെന്റുകളും, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, എല്ലാ ഗവൺമെന്റുകളും. അപ്പൊ അയാൾക്ക് ആർബിട്രേഷനിൽ പോയി കോടികൾ കിട്ടും. 100 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലമാകുമ്പോൾ അതിന് 500 കോടി രൂപ മുതൽ 1000 കോടി രൂപ വരെയാവും. 2 കൊല്ലം കൊണ്ട് തീർക്കാൻ
ഒരു പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലോ, ഒരു പ്രൈവറ്റ് സെക്ടറിലെ സിഇഒ ഒരു മാനേജറെ വിളിച്ചിട്ട് ഈ പ്രോജക്റ്റ് 1 വർഷം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞാൽ 366ാമത്തെ ദിവസം അത് ചെയ്തില്ലെങ്കിൽ അയാൾ അവിടെ ഉണ്ടാവില്ല. അക്കൗണ്ടബിലിറ്റി ഇല്ല, സിസ്റ്റം ഇല്ല. അതിന് സിസ്റ്റം ഉണ്ടാക്കി ഞങ്ങൾ. പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് പ്രോട്ടോകോൾ ഉണ്ടാക്കി, അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കി, ഉത്തരവാദിത്വം ഉണ്ടാക്കും. ലാൻഡ് എടുത്തു കൊടുക്കാൻ സാർ 500, 1000, 2000 സർവേയർമാരെ വെക്കട്ടെ സാർ. അതിന് ഉണ്ടാക്കുന്ന ചെറിയ തുകയാവുള്ളൂ. ലാൻഡ് എടുത്തു കൊടുക്കാത്തതിന്റെ പേരിൽ എക്സ്ചക്കറിൽ നിന്ന് കോടികളാണ് പോകുന്നത്. ഡിലേ ഇൻ ദ പ്രോജക്ട്സ്, ഡിലേ. എനിക്ക് 25 വർഷമായി, ഞാൻ പറഞ്ഞല്ലോ, MLA എന്നുള്ള അനുഭവമാണ്. സങ്കടം വരും സർ. ഞാൻ പണ്ട് ആദ്യം MLA ആവുമ്പോൾ കൊച്ചിയിൽ 36 കോടി രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി 98 തുടങ്ങിയതാണ്. 3 കൊല്ലം കൊണ്ട് തീരേണ്ടതാണ്. 2010 തീർന്നത്. 12 വർഷം കഴിഞ്ഞ് 36 കോടി രൂപയുടെ പദ്ധതി തീർന്നത് 172 കോടി രൂപയ്ക്കാണ്. ആരുടെ പണമാണ് സാർ? ആരുടെ പണമാണ്? ഞാനും നിങ്ങളും പാവപ്പെട്ടവരും അടയ്ക്കുന്ന നികുതി പണം. ചോർച്ച ഉണ്ടാകാൻ പാടില്ല. അതിന് പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല സാർ. ഒരു നയാ പൈസയുടെ നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയാണ് ആത്മവിശ്വാസത്തോടുകൂടി ഈ ഗവൺമെന്റ് പോകുന്നത്. GST അടക്കമുള്ള വകുപ്പുകളെ ഞങ്ങൾ ആധുനികവൽക്കരിക്കും, റീസ്ട്രക്ചർ ചെയ്യും. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ ഞങ്ങൾ ടാക്സ് ഡ്രൈവ് നടത്തും, ചോർച്ച തടയും. ഒരുപാട് സാധനം കേരളത്തിൽ നിന്ന് പുറത്തു വന്ന് വിൽക്കുകയാണ് സാർ. വിൽക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? സംസ്ഥാനത്തിന്റെ വരുമാനം ചോരുകയാണ്. ജെനുവിൻ ടാക്സ് പെയർ ഒരു കട പൂട്ടി പോവുകയാണ്. ടൈല് കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിൽക്കാണ്. കർണാടകത്തിൽ നിന്ന് ടൈല് കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ B2Bയും B2Cയും, ബിസിനസ് ടു കസ്റ്റമറും കൊണ്ടുവന്ന് വിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ നികുതി ചോർച്ചയല്ല, ഗവൺമെന്റിന് സ്ഥിരമായി നികുതി അടയ്ക്കുന്ന നിരവധി കടകൾ പൂട്ടിപ്പോവുകയാണ്. അതിന്റെ വിക്ടിം എന്ന് പറയുന്നത് ഗവൺമെന്റാണ്. അതൊന്നും ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും സമ്മതിക്കില്ല സാർ. സാർ ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞു. SC/ST അലോക്കേഷൻ കുറവാണെന്ന് പറഞ്ഞു സാർ. കുറവുണ്ടായി. നേരത്തെ പറഞ്ഞല്ലോ 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,000 അദ്ദേഹം പറഞ്ഞു, സമ്മതിച്ചു. 20,500 കോടി ഇല്ല. 14,000 ചില്ലാൻ കോടി റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡും ഇല്ല. പിന്നെ 2.8% അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. ഈ 16ാം ധനകാര്യ കമ്മീഷൻ തന്നേക്കും. 2.32 കിട്ടിയില്ല. അപ്പം 5,000 കോടി പോയി. വേറെ 600 കോടി ഗ്രാൻഡ് പോയി. 35,000 കോടി രൂപയുടെ പ്ലാൻ നടപ്പാക്കാൻ വന്ന ഞങ്ങൾ വന്നപ്പോൾ 20,500 കോടി ഇല്ല. ഞങ്ങൾ എന്നിട്ട് എന്താ ചെയ്തത്? ആ 20,000 കോടി രൂപ ഡൗൺ സൈസ് ചെയ്തോ? ഇതിൻ്റെ അകത്ത് പ്ലാനിൽ ഇല്ല. 5,000 കോടി കുറച്ചു. ആ കുറവുണ്ട് സാർ, ആ കുറവുണ്ട്. എന്നിട്ട് ബാക്കി 15,000 കോടി രൂപ കണ്ടെത്തുകയാണ് ഗവൺമെന്റ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? പട്ടികജാതി പണ്ട് പറഞ്ഞിട്ടുണ്ട് അസംബ്ലിയിൽ, ആ കസേരയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് കുറവ് വരുത്തരുത്. അങ്ങ് 35,000 കോടി രൂപയുടെ പ്ലാൻ നടത്തുമായിരുന്നെങ്കിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് എത്ര കിട്ടുമായിരുന്നു? അതിന് ഞങ്ങൾ അഡീഷണലായി SCPയിൽ 527 കോടി രൂപയും TSPയിൽ 152 കോടിയും വെച്ചു. ഫിഷറീസ് 70 കോടി രൂപ കുറഞ്ഞു, ശരിയാണ്. 50 കോടി രൂപ അഡീഷണൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. 50 കോടി പ്ലസ് ഞങ്ങൾ മണ്ണെണ്ണയ്ക്ക് 25 രൂപയിൽ നിന്ന് 40 രൂപ മണ്ണെണ്ണയ്ക്ക് വിലയുണ്ടായിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. സാർ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് മണ്ണെണ്ണയുടെ വില 120, 130, ഇപ്പം 140 മനസ്സിലായില്ലേ? 40 രൂപ ഉണ്ടായിരുന്നത്. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പോൾ ഞങ്ങൾ 75 രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു. അവരുടെ ഡീസലിന്റെ കാര്യം കൂടി ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അവരെയൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്തും, ഒരു സംശയവും വേണ്ട. LSD ഫണ്ട് അലോക്കേഷൻ കുറവാണ് അല്ലേ? ഒരു ആരോപണം വന്നാലും ഇവിടെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായല്ലോ. എന്നിട്ട് എവിടെ പോയി 3ാം ഗഡു? കൊടുത്തില്ല. 3ാം ഗഡു കൊടുക്കാതെയാണ് അധികാരത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോയത്. 3 ഗഡുവായിട്ടാണ് കൊടുക്കേണ്ടത് LSD ഗ്രാന്റ്. 3ാമത്തെ ഗഡു കൊടുത്തില്ല. 6,000 കോടി ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് എടുത്താൽ 2,000 കോടി കൊടുത്താൽ പോരായിരുന്നോ? കൊടുത്തില്ല. ഞങ്ങൾ കൊടുക്കണം. ഇനി ആ 3ാം ഗഡു എത്ര ബില്ലാണ് ലോക്കൽ ബോഡിക്ക് പേ ചെയ്യാനുള്ളത്? കൊടുത്തില്ല സാർ. പിന്നെ ഒരു വലിയ സാധനമാണ്, കുറേ നാൾ ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 18 മാസത്തെ പെൻഷന്റെ അരിയസ്. സാർ, ഞങ്ങളിവിടെ പല പ്രാവശ്യം വിശ്വനാഥൊക്കെ പല പ്രാവശ്യം ഇവിടെ വായിച്ചിട്ടുണ്ട്.
2016 കഴിഞ്ഞിട്ട് ശ്രീ തോമസ് ഐസക് അന്നത്തെ ധനകാര്യമന്ത്രി ഇറക്കിയ വൈറ്റ് പേപ്പർ, ആ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആകെ കുറവ് ഒരു 3 മാസം കൊടുത്തില്ല. കാരണം ഭരണപരമായ നടപടിക്രമങ്ങൾ മാറുന്നതിൻ്റെ ഇടയിലായിരുന്നു അത് ചെയ്തത്. അതുകൊണ്ടാണെന്നും തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്. 806 കോടി രൂപയുടെ കുറവായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ഒരു കാലത്തും ഇത് വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഒരു കളവ് 18 മാസം മുടങ്ങിയെന്ന് പറയാം. മാത്രമല്ല നിങ്ങളുടെ കാലത്ത് നിങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നിങ്ങളുടെ കാലത്ത് 4 മാസം ഇവിടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായെന്ന് റൂൾ 300 പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പറഞ്ഞതാണ് കുടിശ്ശിക തീർക്കുമെന്ന്. ഇനി ഇപ്പോഴത്തെ സ്ഥിതി എന്താ നിങ്ങൾക്കറിയോ? പെൻഷൻ KSSPL പെൻഷന് വേണ്ടി ഉണ്ടാക്കിയ എക്സ്ട്രാ ബഡ്ജറ്ററി മെക്കാനിസമാണ്. അവരുടെ കടം എത്രയെന്നറിയാം? കൊടുക്കാനുള്ളത് 17,175 കോടി. സർ, ഒരു മാസത്തിൽ ആവറേജ് കൊടുക്കേണ്ടത് 1,100 കോടി രൂപയുടെ പെൻഷനാണ്. 1,100 കോടി രൂപയുടെ പെൻഷൻ. ഈ 17,175 കോടി രൂപയുടെ കടം ഈ സർക്കാരിൻ്റെ തലയിലാണ്. അതായത് 16 മാസത്തെ ബാധ്യത, കഴിഞ്ഞ 16 മാസത്തെ ബാധ്യത തീർക്കേണ്ടത് ഈ സർക്കാരാണ്. 18 മാസത്തെ കുടിശ്ശിക കഥ പറഞ്ഞവരോട് എന്റെ മറുപടിയാണ്, 16 മാസത്തെ ഈ സർക്കാർ കൊടുത്തു, പണം കൊടുത്തത് ശരിയാണ്, പണം കൊടുത്തു. പക്ഷെ കടം മേടിച്ചാണ് കൊടുത്തത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞേക്ക് ഈ കടം എടുത്തോളാൻ, നിങ്ങൾ വീട്ടിക്കോളാൻ, ഞങ്ങൾ വീട്ടിക്കോളാൻ. അങ്ങ് എഴുന്നേറ്റ് പറ, അങ്ങ് എഴുന്നേറ്റ് മറുപടി പറ, ഞാൻ റെഡിയാണ്. അങ്ങ് അവിടെ ഇരുന്ന് പറയണ്ട, അങ്ങ് എഴുന്നേറ്റ് പറഞ്ഞോ, ഞാൻ വഴങ്ങാം.